ഞാൻ AK ഗോപാലകൃഷ്ണൻ, ഏലൂർ കിഴക്കുംഭാഗം ഇടവഴി നഗറിൽ താമസം. എൻ്റെ ഈ വീടിൻ്റെ ഇലക്ട്രിസിറ്റി ബില്ല് 2 കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ ഏകദേശം 3200, 3300 രൂപയായിരുന്നു പ്രതിമാസം വന്നിരുന്നത്. അപ്പോൾ ആ ബില്ല് ഒരു റിട്ടയർഡ് മാൻ എന്നുള്ള നിലയിൽ എന്നെക്കൊണ്ട് താങ്ങാവുന്നതിൽ കൂടുതലാണ്. ഞാൻ എൻ്റെ മക്കളുമായിട്ട് ആലോചിച്ചപ്പോൾ അവരൊരു ഓപ്ഷൻ പറഞ്ഞു, പക്ഷേ നമുക്കത് സോളാറിലേക്ക് കൺവേർട്ട് ചെയ്താലോ എന്നുള്ളൊരു ആശയം. അപ്പോൾ ആദ്യ ഇനിഷ്യൽ ഇൻസ്റ്റാൾമെൻറ്റ് അവർ മുടക്കി തരാം എന്നൊരു ആശയം അവർ മുന്നോട്ട് വെച്ചു. അപ്പോൾ ഇതേമാതിരി ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ പോയി അന്വേഷിക്കുകയും അവർ ഒരു പാനൽ, ഒരു 10-15 കമ്പനികളുടെ പേര് എനിക്ക് തരികയും അതിൽ നിന്ന് ഞാൻ നമ്മുടെ തൊട്ടടുത്ത് ഇവിടെ എനിക്ക് ആക്സസ് ഉള്ള ഒരു 4 കിലോമീറ്റർ അപ്പുറത്താണ് മൂപ്പൻ സോളാർ എന്ന് പറയുകയും ഞാൻ എന്നിട്ട് അവിടെ മൂപ്പൻ സോളാറിൽ പോയി എൻ്റെ റിക്വയർമെൻറ്റ് പറയുകയും ചെയ്തപ്പോൾ അവർ ബാക്കി എല്ലാ എൻ്റെ ഫോർമാലിറ്റികൾ റെക്കോർഡുകളും ബാക്കി എല്ലാം അവർ ചെയ്തു തരാം, എത്രയും വേഗം തന്നെ. ഞാൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എവിടെയെങ്കിലും ഒരു സ്ഥലം പറയാമെന്ന് വെച്ചപ്പോൾ അവർ ഇൻസ്റ്റാൾ ചെയ്ത 2 സ്ഥാപനങ്ങളുടെ പേര് പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാനപ്പോൾ അവരുടെ ഫോൺ നമ്പർ അവരോട് കോൺടാക്ട് ചെയ്തപ്പോൾ അവർ സാറ്റിസ്ഫൈഡ് ആണ്, ബെസ്റ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു ഓപ്ഷനിലേക്ക് പോയില്ല, അത് ഫിക്സ് ചെയ്തു. ഇൻസ്റ്റാൾ ചെയ്ത ശേഷം എനിക്ക് ഏകദേശം ഒരു മാസത്തോളം ടൈം എടുത്തു. കാരണം വെച്ചാൽ എൻ്റെ റൂഫിങ്ങിന് ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് അതൊന്നും ശരിയാക്കി എടുക്കാൻ വേണ്ടി മാത്രം ഒരു 10 ദിവസം കൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ആ റൂഫിങ്ങിൻ്റെ പ്രശ്നമുള്ളത് മാത്രം ബേസ്മെൻറ്റ് ശരിയാക്കാനായിട്ട് ഒരു 20 ദിവസം എടുത്തു. 20 ദിവസങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് എനിക്ക് ഒരു മാസത്തിലെല്ലാം പക്കയായി കിട്ടുകയും ചെയ്തു. അന്ന് മുതൽ ഇപ്പോൾ എനിക്ക് ബില്ല് വരുന്നത് വളരെ കുറച്ച് എമൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ നോമിനൽ എമൗണ്ട് എനിക്ക് വരുന്നുള്ളൂ. ഏകദേശം എൻ്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഒരു 1/3 കുറയ്ക്കാനായിട്ട് ഒരു 700 രൂപ താഴെ നിർത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ദിവസം 12 യൂണിറ്റ് വെച്ച് വരെ എനിക്ക് കിട്ടുന്നുണ്ട്. ചില ദിവസം 15 എങ്ങനെയായാലും ഇൻ ബിറ്റ്വീൻ 10-നും 12 രൂപ ഇടയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ വീട്ടിലെല്ലാ കാര്യങ്ങൾക്കും ആവശ്യമുള്ളത് കിട്ടുന്നുണ്ട്. സേവിങ്സുണ്ട്, കാര്യമായ സേവിങ്സ് ഉണ്ട്. കാരണം 3200 നിന്ന് 700 എത്തിക്കാന്ന് പറയുമ്പോൾ ഏകദേശം റൗണ്ട് അബൌട്ട് 3000 രൂപയുടെ സേവിങ്സ് എനിക്ക് വരുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ മുടക്കിയ കാശ് ആക്ച്വലി എനിക്ക് 2 കൊല്ലം കൊണ്ട് കിട്ടിക്കഴിഞ്ഞു. ഞാനിവിടെ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നുണ്ട്, AC ഉപയോഗിക്കുന്നുണ്ട്, വാട്ടർ പമ്പ് 3 നേരം പമ്പ് ചെയ്യും. ഞങ്ങൾ മെമ്പേഴ്സ് കൂടുതലാണ് വീട്ടിൽ. ഇപ്പോൾ 7 പേരുള്ളതുകൊണ്ട് ചില ദിവസം ചില ആഴ്ചകളിൽ 10 പേരെ വരും. അപ്പോൾ അതുകൊണ്ട് 3 നേരം പമ്പ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അയണിങ്. എൻ്റെ ഫ്രണ്ട്സിനോട് പലരും ഞാൻ എൻ്റെ അനുഭവം പലരും പറയാറുണ്ട്. കാരണം സോളാറിലേക്ക് പോയി കഴിഞ്ഞാൽ മെച്ചം, കാരണം ഇതിനകത്തുള്ള ബെനിഫിറ്റ്, ഫിനാൻഷ്യൽ ബെനിഫിറ്റ് നമുക്ക് മന്ത്ലി നമുക്ക് സേവിങ്സ് വലിയ. ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള റിട്ടയർഡ് ചെയ്തവർക്ക് പെൻഷനിൽ നിന്ന് വളരെ സേവിങ്സ്, അത്രയും ഇലക്ട്രിസിറ്റി കുറച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇയർ എൻഡ് വരുമ്പോൾ ഒരു നോമിനൽ എമൗണ്ട് നമുക്ക് റിബേറ്റും വരുത്തി കിട്ടുന്നുണ്ട്. പലരും ചോദിക്കുന്നത് ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമോ എന്നുള്ളതാണ്. ഞാൻ 3 കിലോ വാട്ട്സിൻ്റെയാണ് ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ അന്ന് എൻ്റെ അടുത്ത് ഇതിൽ 4 കിലോ വാട്ട്സ് ആണെങ്കിൽ നമുക്ക് മറ്റേ പമ്പുകൂടെ ഓപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് എൻ്റെ മനസ്സിൽ എൻ്റെ അറിവ് വെച്ചിട്ടും പലരും ചോദിച്ചു പറഞ്ഞത് അതൊരു സ്റ്റേജ് കഴിഞ്ഞിട്ട് അപ്ഗ്രേഡ് ചെയ്താൽ മതി. കാരണം അപ്പോഴേക്കും ഈ ഇൻവെർട്ടർ സിസ്റ്റം, ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഇൻവെർട്ടർ ഉണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് മറ്റേ സാധനം, അതായത് ഇൻവെർട്ടറാണ്. സോളാർ ഇൻവെർട്ടറിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ ബാറ്ററിയുടെ കോസ്റ്റ് ഇപ്പോൾ കൂടുതലായതുകൊണ്ടാണ് അത് അതിനൊരു ഓപ്റ്റ് ചെയ്യാത്തത്. അപ്പോൾ അത് വരികയാണെങ്കിൽ ഇത് 4ലേക്ക് ആക്കി നമുക്ക് മാക്സിമം ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതാണ്. അത് മാത്രമേ ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ട്. ഹാപ്പിയാണ്. കാരണം എപ്പോഴും വിളിച്ചാലേ എനിക്ക് വളരെ ആക്സസ് വിളിച്ചു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യുക, ആളുകളോട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരാനൊക്കെ തരുന്നുണ്ട്.